ഈ 50ലും ഇപ്പൊ 70ലും ഒരു 90 വരെ ആ കാലഘട്ടങ്ങളിൽ ജനിച്ചവരാരും എനിക്ക് തോന്നിയിട്ടുണ്ട് അവർക്ക് വേണ്ടി ജീവിച്ചിട്ടില്ല എന്ന്. അവരെല്ലാം മക്കൾക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും ഒക്കെയാണ് ജീവിച്ചിരിക്കുന്നത്. പിന്നെ ശരിക്കും ഒരു 90ന് ശേഷമുള്ള കുട്ടികൾ, 90ന് ശേഷം 90 വരെയുള്ള, അതായത് 80 കാലഘട്ടങ്ങൾ വരെയാണ് അങ്ങനെ ജീവിച്ചിട്ടുള്ളൂ. കാരണം ഇപ്പൊ എവിടെയെങ്കിലും ഒരു പാടത്തോ പറമ്പിലോ പണിക്ക് പോയി ഒരു ഭക്ഷണം എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അതുവരെ പൊതിഞ്ഞു കൊണ്ടുവന്ന് മക്കൾക്ക് കൊടുക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ ഒരു 90ന് ശേഷം ജനിച്ച കുട്ടികളെല്ലാം എനിക്ക് തോന്നുന്നു ഇപ്പയുള്ള ജനറേഷൻ കംപ്ലീറ്റും അവർക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നേന്ന് തോന്നുന്നു. തോന്നാറുണ്ട്, പല പല കാര്യങ്ങളിലും തോന്നാറുണ്ട്. കാരണം അവര് ഇപ്പൊ നമ്മൾ എന്ത് പറഞ്ഞാലും അതിന് ഓരോരോ കാരണങ്ങൾ കണ്ട് അവരുടെ രീതിയിലേക്ക് വരുത്തും. കാരണം അന്നെന്ന് വെച്ചാൽ അച്ഛനും അമ്മയും പറയുന്നത് മാത്രമാണ് പഴയ കാലഘട്ടത്തിലെ ഏറ്റവും വലിയൊരു കാര്യം. കാരണം അത് വിട്ട് ഒരു മക്കളും ചലിക്ക പോലും ഇല്ല. പക്ഷെ ഇന്നത്തെ കാലത്തെ കുട്ടികള് ശരിക്കും പറഞ്ഞാൽ രക്ഷകർത്താക്കള് അവരുടെ രീതിയിലാണ് പോണത്. അവര് പറയുന്നതാണ് അവർക്ക് വലിയ കാര്യം. കാരണം നമ്മൾ പറയുന്നത് മക്കള് കേൾക്കട്ടെ എന്നല്ല പറയുന്നത്. മക്കള് പറയുന്നത് ഇപ്പൊ രക്ഷകർത്താക്കള് കേൾക്കട്ടെ എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് പോകുന്നത്. ശരിയല്ലേ? ശരിക്കും പറഞ്ഞാ അവര് ഇപ്പൊ അവർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. കാരണം അവര് പറയും നിങ്ങൾ ചെയ്തെല്ലാം മണ്ടത്തരങ്ങളാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അങ്ങനെ ജീവിച്ചാല് ഇങ്ങനെ ജീവിച്ചാല് അത് ചെയ്താലെന്താ, ഇത് ചെയ്താലെന്താ, നിങ്ങളെടുത്ത തീരുമാനങ്ങളെല്ലാം തെറ്റാണ്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെയാണ് ജീവിക്കേണ്ടത്. നമ്മൾക്ക് വേണ്ടി ജീവിക്കണം. അതുകൊണ്ട് കുറച്ചൊക്കെ ഇപ്പൊ ഒരു അമ്മമാരെയൊക്കെ അല്ലെങ്കിൽ അച്ഛന്മാരോടൊക്കെ അവര് പറഞ്ഞ് കുറച്ചൊക്കെ മാറ്റം അവരിൽ നിന്നും അച്ഛനമ്മമാർക്കൊക്കെ വരുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു കുറച്ച് കൂടുതലാണ് ഇപ്പോഴത്തെ കുട്ടികൾക്ക് സ്വയം അവരവർക്ക് വേണ്ടി ജീവിതം മാറ്റിവെക്കുന്നത് കുറച്ച് കൂടുതലാന്ന് എനിക്ക് തോന്നാറുണ്ട്. ശരിയല്ലേ?